നമസ്കാരം. ADGP MR അജിത് കുമാറിന്റെ DGP സ്വപ്നം നടക്കണമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കനിയണം. അതിനി ആരെ കാണുമെന്ന ആശങ്കയിലാണ് MR അജിത് കുമാർ. കാരണം വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ADGP MR അജിത് കുമാറിന് DGP ആകാൻ തടസ്സമില്ലെന്ന് ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചിട്ടുണ്ട്. IPS സ്ക്രീനിംഗ് കമ്മിറ്റി അജിത് കുമാറിനെ സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെ സുരേഷ് രാജ് പുരോഹിതിന്റെ മടങ്ങിവരവ് ചർച്ചയാവുകയാണ്. ഇതൊന്നും കാര്യമാക്കാതെയാണ് അജിത് കുമാറിന്റെ പ്രമോഷന് അംഗീകാരം നൽകിയിരിക്കുന്നത് പിണറായി സർക്കാർ. സുരേഷ് രാജ് പുരോഹിത് മടങ്ങി വരില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാതിരിക്കണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കണം. അതിനായി എന്തും ചെയ്യാനുള്ള നീക്കത്തിലാണ് പിണറായി സർക്കാർ. ഈ പട്ടിക അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രധാന ചുവടുവയ്പ് നടത്തി കഴിഞ്ഞിരിക്കുന്നത്. അത് MR അജിത് കുമാറാണ് ആ സുപ്രധാന ചുവടുവയ്പ് നടത്തി കഴിഞ്ഞിരിക്കുന്നത്. അതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണയോടെ. നേരത്തെ തന്നെ MR അജിത് കുമാർ RSSന്റെ പോഷക സംഘടനയായ വിജ്ഞാൻ ഭാരതിയുടെ നേതാവായ ജയകുമാറിനെ വീണ്ടും കണ്ടു എന്നുള്ള രഹസ്യ വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തെ MR അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥൻ കണ്ടത് ഏറെ വിവാദമാവുകയും ചെയ്തതാണ്. അന്ന് തന്റെ സുഹൃത്ത് വഴിയാണ് കണ്ടത് എന്ന വാദമുഖമാണ് അജിത് കുമാർ ഉയർത്തിയത്. അങ്ങനെയെങ്കിൽ ആ ബന്ധം പുതുക്കാനും തന്റെ കാര്യം നടത്താനും വേണ്ടി തന്നെയാണ് ഇക്കുറിയും മുഖ്യന്റെ അനുഗ്രഹാശിസുകളോടെ കണ്ടത് എന്നാണ് വിലയിരുത്തേണ്ടത്. അദ്ദേഹത്തെ മാത്രമല്ല RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇത് സ്വകാര്യ സന്ദർശനമാണെന്നായിരുന്നു MR അജിത് കുമാർ നൽകിയ വിശദീകരണം. മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനാണ് MR അജിത് കുമാർ. അതുകൊണ്ട് തന്നെ അജിത് കുമാർ നടത്തിയ ഈ നീക്കം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴും അജിത് കുമാറിന് താൻ ആഗ്രഹിച്ച പൊൻകിരീടം കിട്ടണമെങ്കിൽ RSS നേതാക്കൾ തന്നെ വിചാരിക്കണം. എന്തായാലും മുഖ്യനും BJPയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അത് നിലനിർത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ കൂടി ആവശ്യമാണ്. ആ ബന്ധത്തിലൂടെ തന്റെ വിശ്വസ്തന്റെ കാര്യം കൂടി നേടിയെടുക്കാൻ ഒരു ശ്രമം നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഡൽഹിയിലേക്ക് പറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് MR അജിത് കുമാർ. മുതിർന്ന RSS BJP നേതാക്കളുമായുള്ള ചർച്ചയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. വിജ്ഞാൻ ഭാരതിയുടെ നേതാവായ ജയകുമാറിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമാണുള്ളത്. ഈ സംഘടനയിലെ മലയാളിയായ പ്രധാനി ജയകുമാറാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി പോലും ഒരു വേള പരിഗണിക്കാൻ സാധ്യതയുള്ള നേതാവ് കൂടിയാണ് ജയകുമാർ. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലെ സുപ്രധാന തീരുമാനമെല്ലാം കേന്ദ്രം എടുക്കുന്നതും ഈ ജയകുമാറിന്റെ അഭിപ്രായം പരിഗണിച്ചാണ്. കേരളത്തിലെ പരിവാർ നേതാക്കളിൽ കേന്ദ്ര സർക്കാരിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് ജയകുമാർ എന്നതും ഈ ഘട്ടത്തിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഹൈ ലെവൽ കളിയാണ് പിണറായിയും വിശ്വസ്തനും നടത്തിയിരിക്കുന്നത്. RSSന് BJPയിൽ വീണ്ടും ഇപ്പോൾ നിർണായക സ്വാധീനമാണുള്ളത്. ഒരു ഘട്ടത്തിൽ RSSനെ അവഗണിച്ചതിന്റെ പരിണിത ഫലം BJP തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ RSSന്റെ വാക്കുകൾക്ക് വീണ്ടും പ്രാധാന്യം നൽകുന്ന സാഹചര്യം കൂടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് വെറും BJP നേതാക്കൾ മാത്രമല്ലാതെ RSS നേതാക്കൾ വഴി തന്നെ ശുപാർശ എത്തിക്കാനുള്ള ശ്രമം അജിത് കുമാർ നടത്തുന്നത്. ഡൽഹിയിലെത്തി മുതിർന്ന ഹൊസബളെ ഉൾപ്പെടെയുള്ള നേതാക്കളെ കാണാനുള്ള നീക്കങ്ങൾ നടത്തുന്നതും അതുകൊണ്ട് തന്നെ. എന്തായാലും ഇവിടെ നിന്ന് MR അജിത് കുമാറിന്, അതായത് കേരളത്തിൽ നിന്ന് MR അജിത് കുമാറിന് അനുകൂലമായ തീരുമാനം തന്നെയാണ് പിണറായി എടുത്തിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയും DGPയും ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും അടങ്ങുന്നതാണ് സ്ക്രീനിംഗ് കമ്മിറ്റി. വരുന്ന ജൂലൈയിൽ ഉണ്ടാകുന്ന ഒഴിവിൽ അജിത് കുമാർ DGP റാങ്കിലെത്താൻ സാഹചര്യം ഒരുങ്ങുന്ന തരത്തിലാണ് മന്ത്രിസഭയും സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനം അംഗീകരിക്കുന്നത്. ഇതിനെ സുരേഷ് രാജ് പുരോഹിത് ഇഫക്ട് അട്ടിമറിക്കുമോ എന്ന ആശങ്ക അജിത് കുമാർ ക്യാമ്പിൽ ഉണ്ട് താനും. അതാണ് മേൽ പറഞ്ഞ കാര്യങ്ങൾ. വിജിലൻസ് കേസിൽ അജിത് കുമാറിൽ നിന്നും വിജിലൻസ് വിശദമായി തന്നെ മൊഴിയെടുത്തിരുന്നു. വിജിലൻസ് അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാകില്ലെന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ നിലപാടെടുത്തു. കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണയ്ക്ക് കാത്തു നിൽക്കുകയാണെങ്കിലോ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് മെമ്മോ കൊടുത്തിട്ടുണ്ടെങ്കിലോ സസ്പെൻഷനിൽ നിൽക്കുകയാണെങ്കിലോ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ചട്ടമുള്ളൂവെന്നും വിശദീകരിച്ചു. വിജിലൻസ് അന്വേഷണം നടത്തി കേസെടുത്ത റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വ്യവസ്ഥയുള്ളൂവെന്ന് വിജിലൻസ് ഡയറക്ടറും സ്ക്രീനിംഗ് കമ്മിറ്റിയെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്ഥാനക്കയറ്റത്തിന് ശുപാർശ വന്നതും. ഇത് മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു. DGP റാങ്കിന് അർഹനായ അജിത് കുമാറിന് സ്വാഭാവികമായി
പോലീസ് മേധാവിയാകാനും സാധിക്കും. ദർവേഷ് സാഹിബ് സ്ഥാനമൊഴിയുമ്പോൾ പോലീസ് മേധാവിയാകാനുള്ള സാധ്യതയിൽ കേരളം നൽകുന്ന 10 പേരുടെ പട്ടികയിൽ അജിത് കുമാർ ഉണ്ടാകുമെന്ന ഉറപ്പുമാണ്. അജിത് കുമാർ പോലീസ് മേധാവിയാകണമെന്ന മുഖ്യമന്ത്രിയുടെ ആഗ്രഹം പ്രതിഫലിപ്പിക്കുന്നതാണ് മന്ത്രിസഭയുടെ DGP പ്രമോഷൻ നൽകാനുള്ള തീരുമാനവും. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിലെ പ്രധാനിയായിട്ടുള്ള SPG IGI കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള ADGP സുരേഷ് രാജ് പുരോഹിത് സംസ്ഥാനത്തേക്ക് മടങ്ങുന്നത് അജിത് കുമാറിന്റെ 2025-ലെ DGP ഗ്രേഡ് മോഹത്തിന് തിരിച്ചടിയാണെന്നാണ് വിലയിരുത്തുന്നത്. സുരേഷ് രാജ് പുരോഹിത് ഫെബ്രുവരിയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പൂർത്തിയായി സംസ്ഥാനത്തെത്തിയാൽ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ DGP റാങ്ക് സ്വാഭാവികമായി പുരോഹിതിന് കിട്ടും. ഈ സമയം പോലീസ് മേധാവിയായി മാറാൻ അജിത് കുമാറിന് കഴിഞ്ഞാൽ സുരേഷ് രാജ് പുരോഹിതിന് ആ പദവി കിട്ടുകയുമില്ല. അങ്ങനെ വന്നാൽ അജിത് കുമാർ DGP റാങ്കിൽ പോലീസ് മേധാവിയാകും. ഈ മാസം അവസാനത്തോടെ DGP സഞ്ജീവ് കുമാർ പട്ജോഷിയും വിരമിക്കുന്നുണ്ട്. എന്നാൽ പ്രത്യേക അനുമതിയോടെ നിതിൻ അഗർവാളിന് DGP തസ്തിക നൽകിയിട്ടുള്ളതുകൊണ്ട് DGP സ്ഥാനക്കയറ്റം ഉണ്ടാകില്ല. BSF തലവനായിരുന്ന നിതിൻ അഗർവാളിനെ കേരളത്തിലേക്ക് കേന്ദ്രം മടക്കുകയായിരുന്നു. ഇതോടെയായിരുന്നു കേരള പോലീസിലെ IPS-ലെ സീനിയോറിറ്റിയിൽ അടിമുടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം അജിത് കുമാറിന് അതിവേഗ DGP പദം അകലെയാക്കുകയും ചെയ്തു. വിജിലൻസ് ഡയറക്ടർ എന്ന TK വിനോദ് കുമാർ വിരമിച്ച ഒഴിവിൽ യോഗേഷ് ഗുപ്തയ്ക്ക് DGP-ആയി സ്ഥാനക്കയറ്റം നൽകിയിരുന്നു. അത് കഴിഞ്ഞാണ് BSF-ൽ നിന്ന് നിതിൻ അഗർവാൾ സംസ്ഥാനത്തേക്ക് എത്തിയത്. ഇതോടെ മുതിർന്ന ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിനും പ്രത്യേക അനുമതിയോടെ 6 മാസത്തേക്ക് DGP സ്ഥാനം നൽകി. അടുത്ത ഏപ്രിൽ 3-ന് DGP K പത്മകുമാർ വിരമിക്കുന്നതോടെ ADGP-മാരിൽ സീനിയറായ ക്രമസമാധാന വിഭാഗം ADGP മനോജ് എബ്രഹാം DGP ആകും. ഇതോടെ സംസ്ഥാനത്തെ DGP-മാരുടെ എണ്ണം കേന്ദ്രം അനുവദിച്ച 4 ആകും. അത് കഴിഞ്ഞ് വിരമിക്കുന്നത് പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. ഈ ഒഴിവിൽ സുരേഷ് രാജ് പുരോഹിതോ അജിത് കുമാറോ എന്നതാണ് ഉയരുന്ന ചോദ്യം. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല നോക്കുന്ന സുരേഷ് രാജ് പുരോഹിത് പ്രധാനമന്ത്രിയുടെ അതിവിശ്വസ്തനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് അജിത് കുമാർ. ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ പുതിയ പോലീസ് മേധാവിയെ കണ്ടെത്തണം. ഇതിനായി 10 അംഗ പാനൽ കേന്ദ്രത്തിലെ UPSC-ക്ക് കേരളം കൈമാറും. ഈ പട്ടികയിൽ നിതിൻ അഗർവാളും സുരേഷ് രാജ് പുരോഹിതും യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും അജിത് കുമാറും എല്ലാം ഉൾപ്പെടും. ഈ 10 പേരുടെ പട്ടികയിൽ നിന്നും UPSC 3 പേരുടെ ചുരുക്ക പട്ടിക ഉണ്ടാക്കും. അതിൽ നിന്നൊരാൾക്ക് പോലീസ് മേധാവിയാകാൻ കഴിയും. മുകളിൽ പറഞ്ഞ പേരുകാരെല്ലാം തന്നെ അതിസമർത്ഥരാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകളിൽ നിന്നും 3 പേരെ കേന്ദ്രം എങ്ങനെ തിരഞ്ഞെടുക്കുമെന്നതാണ് നിർണായകം. സീനിയോറിറ്റി നോക്കിയാൽ നിതിൻ അഗർവാളും യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും ആകും ആ പട്ടികയിൽ ഉണ്ടാവുക. അതിലൊരാളെ കേരളത്തിന് തിരഞ്ഞെടുക്കേണ്ടി വരും. എന്നാൽ അപ്രതീക്ഷിതമായി സുരേഷ് രാജ് പുരോഹിതും MR അജിത് കുമാറും പട്ടികയിൽ ഇടം നേടുമോ എന്നത് നിർണായകമാണ്. അതിനിടെ പോലീസ് മേധാവിയാകാൻ നിതിൻ അഗർവാൾ ശ്രമിക്കില്ലെന്നും സൂചനകളുണ്ട്. BSF-നെ നയിച്ച നിതിൻ അഗർവാളിന് കേരള പോലീസിലെ താക്കോൽ സ്ഥാനത്തോട് താല്പര്യക്കുറവുണ്ടെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ നിതിൻ അഗർവാൾ മാറി നിന്നാൽ സീനിയോറിറ്റിയിൽ യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും ആദ്യ 2 സ്ഥാനങ്ങളിലെത്തും. സുരേഷ് രാജ് പുരോഹിത് മടങ്ങിയെത്തിയാൽ 3-ാം സീനിയറായി ഈ IPS-കാരൻ മാറും. എന്നാൽ സുരേഷ് രാജ് പുരോഹിത് ഡൽഹിയിൽ തുടരുകയും നിതിൻ അഗർവാൾ പദവിയോട് താല്പര്യക്കുറവ് കാട്ടുകയും ചെയ്താൽ സീനിയോറിറ്റി ലിസ്റ്റിലെ 3-ാമനായി അജിത് കുമാർ മാറും. അല്ലാത്ത പക്ഷം സീനിയോറിറ്റി മറികടന്ന UPSC അജിത് കുമാറിന് അനുകൂലമാകും വിധം 3 അംഗ ചുരുക്കപ്പട്ടിക തയ്യാറാക്കണം. എങ്കിൽ മാത്രമേ 2025-ൽ പോലീസ് മേധാവിയായി DGP പദത്തിലേക്ക് എത്താൻ അജിത് കുമാറിന് കഴിയൂ. ഇതിനുള്ള പോംവഴിയാണ് ഇപ്പോൾ അജിത് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് രാജ് പുരോഹിത് മടങ്ങി എത്തിയില്ലെങ്കിൽ, പോലീസ് മേധാവിയായില്ലെങ്കിലും അജിത് കുമാറിന് 2025-ൽ DGP ആകാം. ഇതുകൊണ്ടെല്ലാമാണ് സുരേഷ് രാജ് പുരോഹിതിന്റെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലെ തീരുമാനം അജിത് കുമാറിന് നിർണായകമാകുന്നത്. നന്ദി.